ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു KS മെൻറ്റർ. എല്ലാവർക്കും ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ഭാഗമായി നടക്കുന്ന ഫ്രീ യൂട്യൂബ് സീരീസിലെ ഗെയിം ഓഫ് PYQs എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ ജോഗ്രഫിയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ എർത്ത് സ്ട്രക്ചർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്ന എർത്ത് ക്വേക്ക് എന്ന ഭാഗത്ത് സിസ്മിക് വേവ്സ് എന്ന പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ LSTS, SI, എക്സൈസ് പോലെയുള്ള എക്സാമുകൾ എഴുതുന്ന എല്ലാ കുട്ടികളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തരമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ പ്രിപ്പറേഷന് വളരെയധികം ഈൽഡ് തരുന്ന ഒരു ഏരിയ ആണ്. സോ സ്റ്റേ ട്യൂൺഡ്, അവസാനം വരെ കാണുക. ഇൻഫർമേഷൻസ് കൂടെ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 118/22 ചോദിച്ച ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യമായിരുന്നു ഇത്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് വാട്ട് സിസ്മിക് വേവ്സിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് 3 സ്റ്റേറ്റ്മെന്റ് എന്തിനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് സർഫസ് വേവ്സിനെ കുറിച്ചാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സർഫസ് വേവ് കവർ ലാർജർ ഡിസ്റ്റൻസ് ഓഫ് ഓൾ സിസ്മിക് വേവ്സ്. എല്ലാ സിസ്മിക് വേവുകളിലും ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ആരാണ്? സർഫസ് വേവ് ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ P വേവിനെ കുറിച്ചാണ് പറയുന്നത്. P വേവ് എവിടെ? ഫാസ്റ്റർ സ്പീഡിലാണ് സോളിഡ് മെറ്റീരിയൽ കൂടെ ട്രാവൽ ചെയ്യുന്നതെന്നാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇസ് ടോക്കിംഗ് അബൌട്ട് എസ് വേവ്. എസ് വേവിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് സോളിഡിലും ലിക്വിഡിലും കൂടെ ട്രാവൽ ചെയ്യുന്നതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് അവകാശപ്പെടുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റിൽ എന്താ? 3 ടൈപ്പ് വേവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആൻഡ് ഈ 3 വേവ്സും എന്താ? സിസ്മിക് വേവ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ എന്തറിയണം? സിസ്മിക് വേവ്സ് എന്താണെന്ന് അറിയണം. ഈ 3 വേവിന്റെ കുറച്ച് പ്രത്യേകതകളെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. സോ ലെറ്റ്സ് ഡ്വെൽവ് ഇൻ ടു സിസ്മിക് വേവ്സ്. അപ്പോൾ സിസ്മിക് വേവ്സ്, ഈ വാക്ക് സിസ്മിക് എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം എന്താ? കോസ്ഡ് ബൈ അല്ലെങ്കിൽ റിലേറ്റഡ് ടു എർത്ത് ക്വേക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സിസ്മിക് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സിസ്മിക് വേവ്സ് എന്താണ്? എർത്ത് ക്വേക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന വേവ്സ് അല്ലേ? സോ അപ്പോൾ ആദ്യം നമ്മൾ എന്തറിയണം? എർത്ത് ക്വേക്ക് എന്താണെന്ന് അറിയണം. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഭൂമി കുലുങ്ങുന്നതാണ് എർത്ത് ക്വേക്ക് അല്ലേ? ഷേക്കിംഗ് ഓഫ് എർത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ? എർത്ത് ക്വേക്ക്. പക്ഷേ ഈ ഷേക്കിംഗ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് എന്താ? ശരിക്കും റിലീസ് ഓഫ് എനർജിയാണ്, സഡൻ റിലീസ് ഓഫ് എനർജിയാണ്. നമുക്കറിയാം ഇപ്പം എന്താ, പ്ലേറ്റുകളുടെ മൂവ്മെന്റ് ഉണ്ട്. നമ്മൾ പ്ലേറ്റ് ടെക്ടോണിക്സിലൊക്കെ പഠിച്ചു. അപ്പോൾ പ്ലേറ്റ്സിന്റെ മൂവ്മെന്റിൽ എന്ത് സംഭവിക്കും? എനർജിയുടെ റിലീസ് ഉണ്ടാവും. നമുക്കറിയാം എനർജി ക്യാൻ either be created nor be destroyed. It only transforms from one form to another. അപ്പോഴും അവിടെ എന്താണ്? ഒരു എനർജി റിലീസ് ആണ് നടക്കുന്നത്. അതുപോലെ വോൾക്കാനിസം അങ്ങനെയുള്ള സഡൻ ആക്ടിവിറ്റീസിലും എന്താണ്? എർത്ത് ക്വേക്ക് ആ സഡൻ ആക്ഷനിൽ എന്താ? ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ആവുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? എർത്ത് ക്വേക്ക് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അങ്ങനെ ഈ ഭൂമി കുലുങ്ങുന്ന ഈ സമയത്താണ് എന്ത്? ഇത് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ എനർജി റിലീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേവ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്മിക് വേവ്സ് എത്ര തരത്തിലുണ്ടെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ സിസ്മിക് വേവ്സ് നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ മേജർ എർത്ത് ക്വേക്സും സത്യം പറഞ്ഞാൽ ലിത്തോസ്ഫിയറിന്റെ ഭാഗത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പ്ലേറ്റ് മൊമെന്റ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം ലിത്തോസ്ഫിയറിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നതും. ആൻഡ് ഇതിന്റെ ഒരു ഒറിജിൻ എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ കിടക്കുന്നതെന്നൊരു ഐഡിയ കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ആ ടെർമിനോളജീസ് കൂടെ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എർത്ത് ക്വേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗം, അതായത് ഇതിന്റെയൊക്കെ മൂലസ്ഥാനം നമ്മൾ പറയില്ലേ, അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫോക്കസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഹൈപ്പോ സെന്റർ എന്നും വിളിക്കാറുണ്ട്. എന്താ? ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെന്റർ എന്നും വിളിക്കാറുണ്ട്. ഇനി ഈ ഭാഗത്തിന്റെ തൊട്ടു മുകളിലായിട്ട് നമ്മുടെ സർഫസ് ഭാഗത്ത്, എർത്തിന്റെ സർഫസ് ഭാഗത്ത് കിടക്കുന്ന തൊട്ടു മുകളിൽ, അതായത് ഫോക്കസ് പോയിന്റിന്റെ നേരെ മുകളിൽ കിടക്കുന്ന ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിക്കും? എപ്പി സെന്റർ. എന്താണ്? നേരെ മുകളിൽ കിടക്കുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? എപ്പി സെന്റർ. ഒറിജിൻ ഭാഗത്തിന് നമ്മൾ എന്ത് വിളിക്കും? ഹൈപ്പോ സെന്റർ അല്ലെങ്കിൽ ഫോക്കസ് എന്നും വിളിക്കും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് സിസ്മിക് വേവ്സിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെയാണ് സിസ്മിക് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന്? പ്രധാനമായിട്ടും എർത്ത് ക്വേക്ക് വേവ്സ് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ബോഡി വേവ്സ് എന്നും 2 എന്താണ്?
സർഫസ് വേവ്സ് എന്നും. പേരിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ഐഡിയ ഒക്കെ കിട്ടും. എന്നാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. എന്താണ് ബോഡി വേവ്സ്? ബോഡി വേവ്സ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എർത്തിൻ്റെ ബോഡിയിലൂടെ സഞ്ചരിക്കുന്ന വേവ്സ്, എർത്തിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലൂടെ എർത്തിൻ്റെ അകത്തുകൂടെ സഞ്ചരിക്കുന്ന വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി വേവ്സ് എന്ന് പറയുന്നത്. സോ ബോഡി വേവ്സ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിലീസ് ഓഫ് എനർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. ആൻഡ് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ എല്ലാ ഡയറക്ഷനിലേക്കും ട്രാവൽ ചെയ്യുന്ന ഒരു വേവാണ് ആര്? നമ്മുടെ ബോഡി വേവ്സ്. ഓക്കെ, ആൻഡ് ഈ ബോഡി വേവ്സ് കൈൻഡ് ഓഫ് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് പറയാം, ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് ഉണ്ടായെങ്കിൽ എന്താ, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാം. എല്ലാ ഡയറക്ഷനിലേക്ക് ആർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? നമ്മുടെ ബോഡി വേവ്സ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ബോഡി വേവ്സ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി വേവ്സ് അഥവാ പി വേവ്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, രണ്ടാമത്തേതാര സെക്കൻഡറി വേവ്സ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? എസ് വേവ്സ് എന്ന് വിളിക്കും. സോ ബോഡി വേവ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും. അതിൻ്റെ ചിത്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഓരോ വേവ്സിനെയും ഒന്ന് നോക്കാം. എന്താണ് പി വേവ്? എന്താണ് പി വേവ്സിൻ്റെ പ്രധാനമായുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങൾ എക്സാം പെർസ്പെക്റ്റീവിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, പി വേവ്സിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രൈമറി വേവ്. പ്രൈമറി എന്നൊക്കെ വെച്ചാൽ എന്താ? ആദ്യം. സോ ഈ പ്രൈമറി വേവ് അല്ലെങ്കിൽ പി വേവ് എന്താ? ഭയങ്കര ഫാസ്റ്റുമാണ്. ആദ്യം സർഫസിലേക്ക് ഓടിയെത്തുന്ന വേവ് ആരാണ്? നമ്മുടെ പി വേവ് ആണ്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. ഏറ്റവും ആദ്യം, പ്രൈമറി ആണ് ഫസ്റ്റ്, ഏറ്റവും ആദ്യം സർഫസിൽ ഓടിയെത്തുന്ന വേവ് ആരാണ്? നമ്മുടെ പ്രൈമറി വേവ് ആണ്. സോ ആ പോയിന്റ് ആണ് ആദ്യമായി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം. ആൻഡ് ഇവരുടെ പ്രൊപ്പഗേഷൻ, ഇവരുടെ ഡിറക്ഷൻ എങ്ങനെയാണ്? ഈ വേവ് സഞ്ചരിക്കുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ ആണ്. എങ്ങനെയാണ്? ഇപ്പോൾ എനർജി റിലീസ്, വേവ്സിന്റെ എനർജി റിലീസ് ഇങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ വേവ്സ് സഞ്ചരിക്കുന്നതും അതേ ഡിറക്ഷനിലാണ്, ലോങ്ങിറ്റ്യൂഡിലാണ്, സെയിം ഡിറക്ഷനിലാണ് ഇതിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ ടേം നോക്കി വെക്കുക, ലോങ്ങിറ്റ്യൂഡിനൽ പ്രൊപ്പഗേഷൻ ആണ്. ഇനി ഇവർ പോകുന്ന ഒരു മോഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പുഷ് പുൾ പോലെയൊക്കെയാണ്. അതായത് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് ഒക്കെ വലിച്ചു വിടുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ 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 ഒരു മോഷൻ അല്ലേ? അപ്പോൾ ഇതേപോലെ ഈ ചിത്രത്തിന്റെ പോലെ കംപ്രഷൻ ചെയ്യുന്നു, പിന്നെ എക്സ്പാൻഷൻ, ഇങ്ങനെ ഒരു മോഷനിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ വേവ്സിനെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? കംപ്രഷണൽ വേവ്സ് എന്ന് വിളിക്കാറുണ്ട്, പുഷ് പുൾ വേവ്സ് എന്ന് വിളിക്കാറുണ്ട്, പുഷ് പുൾ വേവ്സ് എന്നും വിളിക്കാറുണ്ട്. നിങ്ങൾ റബ്ബർ ബാൻഡിന്റെ മോഷൻ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. റബ്ബർ ബാൻഡ് വലിച്ചു വിടുമ്പോൾ ഉള്ള ആ ഒരു മോഷന്റെ ആ ഒരു പാറ്റേൺ ആണ് എന്ത്? നമ്മുടെ പി വേവ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റർ ആണ്, ഫസ്റ്റ് അറൈവ് അറ്റ് സർഫസ് ആണ് നമ്മൾ പറഞ്ഞു പ്രൈമറി വേവ് ആണ് ആദ്യം എത്തുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം സിസമോഗ്രാഫിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ് ഏതാണ്? പി വേവ് ആണ്. നമ്മുടെ സിസമിക് വേവ്സിനെ ക്യാപ്ചർ ചെയ്യുന്ന ഉപകരണമാണല്ലോ എന്ത്? സിസമോഗ്രാഫ്. അപ്പൊ ഈ സിസമോഗ്രാഫില് ആദ്യമായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെടുന്ന വേവും ഏതാണ്? പി വേവ് ആണ്. ആദ്യം സർഫസിൽ എത്തുന്നതും പി വേവ് ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് ഓർക്കാം? ആദ്യം സിസ്മോഗ്രാഫിൽ ക്യാപ്ചർ ചെയ്യപ്പെടുന്നതും ആരാണ്? പി വേവ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ പി വേവിന് എല്ലാ മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യാം. എല്ലാ മീഡിയത്തിൽ കൂടെയും, സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗേഷ്യസ് ആവാം, എല്ലാ മീഡിയത്തിൽ കൂടെയും ആർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും? പി വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ പി വേവിനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വിവരം. പ്രൈമറി വേവ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ആദ്യം സർഫസിൽ എത്തുന്നു എന്ന് പറഞ്ഞു, സിസ്മോഗ്രാഫിൽ ആദ്യം റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു, സ്പീഡ് കൂടുതലാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ എന്താ? എല്ലാ മീഡിയത്തിൽ കൂടെയും ട്രാവൽ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? പി വേവിനുണ്ട്. പി വേവ് ഇപ്പം എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എസ് വേവ് നോക്കാം. ഇനി എസ് വേവ്, പി ആദ്യം ഓടി എത്തിയല്ലോ സർഫസിൽ. എസ് എന്താ? അതുകൂടെ കഴിഞ്ഞ് സെക്കൻഡറി, കുറച്ചുകൂടെ ലാഗ് വെച്ചിട്ടാണ് ആരെത്തുന്നത്? നമ്മുടെ എസ് വേവ് എത്തുന്നത്. സോ എസ് വേവ് മേളിലെത്തുന്നത്, സർഫസിൽ എത്തുന്നത് കുറച്ചുകൂടെ ടൈം ലാഗിലാണ്. ഇവരുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണ്? ട്രാൻസ്വേഴ്സ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ എനർജിയുടെ ഡിറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ എന്താ? വേവ്സ് ട്രാവൽ ചെയ്യുന്ന ഏകദേശം എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവരുടെ ഒരു ട്രാവൽ ഫ്ലോ. സോ ട്രാൻസ്വേഴ്സ് പ്രൊപ്പഗേഷൻ ആണ്. നമ്മുടെ സൈൻ വേവ് ഒക്കെ പോലെയാണ് എന്ത്? നമ്മുടെ എസ് വേവ് പോകുന്നത്. ഓർത്താൽ മതി, എസ് പോലെ സൈൻ പോലെ എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ, പെർപെൻഡിക്കുലർ, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത്? ഇവരുടെ ഒരു ട്രാൻസ്മിഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എസ് വേവിന് എവിടെ കൂടെ പോകാൻ പറ്റില്ല? ലിക്വിഡ് മീഡിയത്തിൽ കൂടെയോ ഗേഷ്യസ് മീഡിയത്തിൽ കൂടെയോ ആർക്ക് പോകാൻ പറ്റില്ല? എസ് വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എസ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് മീഡിയം.
ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. എസ് വേവ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് മീഡിയം. ഇത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഒരു തരത്തിലും മറക്കരുത്. എസ് ക്യാൻ ട്രാവൽ ഓൺലി ത്രൂ സോളിഡ് മീഡിയം. ഇനി നമ്മുടെ പി വേവ് എസ് വേവ് എന്താ, സർഫസിലെത്തി അല്ലേ. സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഈ ബോഡി വേവ്സ്, അതായത് നമ്മുടെ പി വേവും എസ് വേവും എന്താ, സർഫസിലെത്തി അവിടെയുള്ള റോക്സും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് എന്താ, അവർ അടുത്ത വേവ് ആയിട്ട് മാറുന്നു. അവർ ഇന്ററാക്ട് ചെയ്ത് രൂപം മാറി എന്താ, അടുത്ത സെറ്റ് ഓഫ് വേവ്സ് ആയിട്ട് മാറുന്നു. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, സർഫസ് വേവ്സ് അല്ലെങ്കിൽ സർഫേസ് വേവ്സ് എന്ന് നമ്മൾ പറയും. സർഫസ് വേവ്സ് അതായത് ബോഡി വേവ്സ് എന്താ, എർത്തിന്റെ ഇന്റീരിയർ പാർട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന വേവ്സ് ആണ് അല്ലേ. അപ്പൊ അവര് സർഫസിലെത്തി, സർഫസിൽ എന്താ റോക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് എന്താണ്, ഈ ബോഡി വേവ്സ് എന്നുള്ള രൂപം മാറി അവർ അടുത്ത രൂപത്തിലേക്ക് മാറുവാണ്. ആരാണത്, സർഫസ് വേവ്സ് ആയിട്ട് അവർ മാറുവാണ്. അതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഈ സർഫസ് വേവ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർ വളരെയധികം ഡിസ്റ്റൻസ് കവർ ചെയ്യും. അതായത് നമ്മുടെ പി വേവ് എസ് വേവ് സർഫസ് വേവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് ആരാണ്, സർഫസ് വേവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ ലോങ് പീരീഡ് വേവ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ലോങ് പീരീഡ് വേവ്സ്. ഓക്കെ, ലോങ് പീരീഡ് വേവ്സ് അതായത് വലിയൊരു റേഞ്ചിലായിരിക്കും എന്ത് പോകുന്നത്, നമ്മുടെ സർഫസ് വേവ്സ് പോകുന്നു. വളരെയധികം ദൂരം ട്രാവൽ ചെയ്യാൻ ആർക്ക് പറ്റും, നമ്മുടെ സർഫസ് വേവ്സിന് പറ്റും. ഇനി ഈ സർഫസ് വേവ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ലവ് വേവ്സ് ആൻഡ് റെയിലേ വേവ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊപ്പഗേഷൻ പാറ്റേണിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ പേര് വെച്ചാണ്. ഇവരുടെ ഒരു മോഷൻ പാറ്റേൺ ഞാനിപ്പോൾ പിക്ചറിൽ കാണിച്ചു തരാം. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് വേവ്സും ഏത് കൂട്ടത്തിൽ വരുന്നത്, സർഫസ് വേവ്സിന്റെ കൂട്ടത്തിൽ വരുന്നതെന്നാണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ സർഫസ് വേവ്സിനെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഡിസ്റ്റൻസ് പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് ലോങ് പീരീഡ് വേവ് എന്നും പറയും. ഇവർക്ക് ഫ്രീക്വൻസി കൂടുതൽ, അതായത് ഒരു വേവ് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഫ്രീക്വൻസി അല്ല, പകരം എന്താ ലോങ് വേവ് ലെങ്ത്തിൽ ലൈക്ക് ലോങ് പീരീഡ് വേവ് ആയിട്ടാണ് ആര് പോകുന്നത്, നമ്മുടെ സർഫസ് വേവ് പോകുന്നത്. ലോങ് വേവ് ലെങ്ത് ആണ്, ലോങ് പീരീഡ് വേവ് ആണ്, ലോ ഫ്രീക്വൻസി ആണ്. ഓക്കെ, പിന്നെ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ ആണ്. ഇതും എങ്ങനെയാണ്, നമ്മുടെ സൈൻ പോലെയാണ്, ഇതിൻ്റെയും ഒരു സൈൻ വേവ് പോലെ തന്നെയാണ് എന്ത്, ഈ സർഫസ് വേവിൻ്റെയും ഒരു പ്രൊപ്പഗേഷൻ നേച്ചർ. ഓക്കെ, ആൻഡ് ഏറ്റവും കൂടുതൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ എപ്പി സെൻറ്ററിനോട് ചേർന്ന് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഫോക്കസ് എവിടെയാണ്, ഇതിന് മുകളിലേക്കാണ് എന്ത്, നമ്മുടെ എപ്പി സെൻറ്റർ ഉള്ളത്. നമ്മുടെ ബോഡി വേവ്സ് പല ഡിറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഈ എപ്പി സെന്ററിന്റെ ചുറ്റുഭാഗത്തുമാണ് സത്യം പറഞ്ഞാൽ എന്ത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ആരുള്ളത്, നമ്മുടെ സർഫസ് വേവ്സ് ആക്ട് ചെയ്യുന്നതും. ഓക്കെ, ഇനി ഇവര് ട്രാൻസ്വേഴ്സ് ഡിറക്ഷൻ ആണല്ലോ. ഇപ്പൊ സപ്പോസ് എന്താണ്, ഒരു പേപ്പറോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ വേവ്സ് ഇങ്ങനെ വരുന്നു, ഹിറ്റ് ചെയ്യുന്നു, വീണ്ടും ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ നാച്ചുറലി ഇങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ സർഫസിൽ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, ഈ ബിൽഡിങ്സിനൊക്കെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ സർഫസ് വേവ്സ് എന്താ, മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വേവ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, നമ്മൾ സർഫസ് വേവ്സ് ആണെന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. ബോഡി വേവ്സ് എത്ര ടൈപ്പിലുണ്ട്, പി വേവ് ഉണ്ട്, എസ് വേവ് ഉണ്ട്. ഇതെന്താണ്, ലോങ്ങിറ്റ്യൂഡിനൽ ആണ്, ആൻഡ് ദിസ് ഇസ് ട്രാൻസ്വേഴ്സ്. നമ്മൾ പറഞ്ഞു എല്ലാ മീഡിയത്തിൽ കൂടെയും പോവും, സോളിഡിൽ കൂടെ മാത്രമേ പോവുള്ളൂ. ആദ്യം എത്തും പിന്നീടെത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. ആൻഡ് സർഫസ് വേവ്സ് ആണെങ്കിലോ, ബോഡി വേവ്സ് സർഫസിലെത്തി റോക്സുമായി ഇന്ററാക്ട് ചെയ്ത് അവർ പുതിയ സെറ്റ് ഓഫ് വേവ്സ് ആക്കുന്നു. അവൻ്റെ പേരെന്താണ്, സർഫസ് വേവ്സ്. അവർ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, റെയിലേ വേവ്സും ലവ് വേവ്സും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡിറക്ഷൻ്റെ വ്യത്യാസമാണ്. അതായത് ഇങ്ങനെ പോകുന്നു, ദിസ് ഇസ് ഹൊറിസോണ്ടലി ഉള്ളൊരു ചേഞ്ചിലാണ് എന്ത്, ലവ് വേവ്സ് പോകുന്നത്. സോ ഇത്രയുമാണ് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് സിസ്മിക് വേവ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്. ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കാര്യങ്ങളൊക്കെയായി. ഇനി എർത്ത് ക്വേക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പി വേവിൻ്റെയും എസ് വേവിൻ്റെയും ഷാഡോ സോൺസ് അത് ഏതുവരെ കിടക്കുന്നു, ആ ഷാഡോ സോൺസ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നുള്ളൊരു സെഗ്മെന്റിൽ നമ്മൾ ഒരു എർത്ത് ക്വേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്കുക. അതിൽ ഡീറ്റെയിൽഡ് അനാലിസിസ് ഉണ്ട് എർത്ത് ക്വേക്കിനെ കുറിച്ച്, അതിൻ്റെ മെഷർമെൻറ്റ് പാറ്റേൺസിനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് മേളിൽ ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ ഇട്ടേക്കാം. സോ അത് വായിക്കുക.
കൂടുതലായിട്ട് നിങ്ങൾക്ക് എർത്ത്ക്വേക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ ഇത്രയും നോക്കിയത്. ഇനിയിപ്പോൾ ഷാഡോ സോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയട്ടെ, നമ്മളൊന്ന് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് നോക്കുക. എസ് വേവിന് എന്താണ്, ആകെ സോളിഡ് മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പി വേവിന് എല്ലായിടത്തും കൂടെയും പറ്റും. ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ആബ്സെൻസ് ഉള്ള ഏരിയകളെയാണ് നമ്മൾ ഷാഡോ സോൺ എന്ന് പൊതുവേ വിളിക്കാറ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ ആബ്സെൻസ് വരുന്നത് ഏത് വേവിനായിരിക്കും? എല്ലാ മീഡിയത്തിൽ കൂടെ പോകുന്ന വേവിനായിരിക്കുമോ ആബ്സെൻസ് സോൺ കൂടുതൽ, അതോ കുറച്ച് മീഡിയത്തിൽ കൂടെ പോകുന്ന വേവ്സിനായിരിക്കുമോ ആബ്സെൻസ് സോൺ കൂടുതൽ? ഈ ഒരു ആബ്സെൻസ് സോണിനെയാണ് നമ്മൾ ഷാഡോ സോൺ എന്ന് വിളിക്കുക. സോ ഷാഡോ സോൺ ഓഫ് പി വേവ് ഈസ് ഡാഷ് ദാൻ എസ് വേവ്. ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് പറയുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എർത്ത്ക്വേക്കിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഡീറ്റെയിൽഡ് അനാലിസിസ് അതിൽ കൊടുക്കുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ തുടങ്ങിയത് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണല്ലോ, അതൊന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. അതിന് മുമ്പ് ഈ സ്പീഡിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ വരാനുള്ളൊരു ഭാഗമാണ്. ഏറ്റവും കൂടുതൽ സ്പീഡ് ആർക്കാണ്? പി വേവിനാണ്. ഏകദേശം 1 to 14 km/s നേച്ചറിലാണ് പോവാറ്. ആൻഡ് എസ് വേവ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലാഗ് ഉണ്ടെന്ന്, അത് കഴിഞ്ഞിട്ടുള്ള സ്പീഡാണ് ആർക്ക്? നമ്മുടെ സർഫസ് വേവിന്. ചിലപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. സോ പി ഗ്രേറ്റർ ദാൻ എസ് ഗ്രേറ്റർ ദാൻ സർഫസ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, സിസ്മിക് വേവ്സ്. ഇപ്പൊ എല്ലാവർക്കും സിസ്മിക് വേവ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ. എർത്ത്ക്വേക്ക് കാരണം അല്ലെങ്കിൽ കോസ്ഡ് ബൈ എർത്ത്ക്വേക്ക് എന്നുള്ളതിനെയാണ് നമ്മൾ സിസ്മിക് വേവ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. സർഫസ് വേവ്സ് കവർ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഓൾ സിസ്മിക് വേവ്സ്. യെസ്, ഞാൻ പറഞ്ഞു ലോങ് പീരീഡ് വേവ് ആണ്, ഫ്രീക്വൻസി കുറവാണ്, വേവ് ലെങ്ത് കൂടുതലാണ്, കൂടുതൽ ദൂരം ആര് സഞ്ചരിക്കും എന്നൊക്കെ പറഞ്ഞു, സർഫസ് വേവ് സഞ്ചരിക്കും എന്ന് പറഞ്ഞു. നാച്ചുറലി ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. പി വേവ്സ് ട്രാവൽ വിത്ത് ഫാസ്റ്റ് സ്പീഡ് ത്രൂ ദി സോളിഡ് മെറ്റീരിയൽ. യെസ്, അതെ, നമ്മൾ സ്പീഡിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയാ, പി വേവ്സ് എല്ലാ മീഡിയത്തിൽ കൂടെയും പോകും. ആൻഡ് നാച്ചുറലി ഇതെന്താണ്, ഏറ്റവും കൂടുതൽ സ്പീഡ് എവിടെയാണ്? സോളിഡ് മെറ്റീരിയലിലാണ്. അത് കഴിഞ്ഞ് ലിക്വിഡ്, അത് കഴിഞ്ഞ് ഗേഷ്യസ്. നോർമലി നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഓൺലി തിങ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താ, പി വേവ് ആ മീഡിയത്തിൽ കൂടെ പോകുമോ? യെസ്, പോവും. അപ്പോൾ നാച്ചുറലി ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എസ് വേവ്സ് ക്യാൻ പാസ് ത്രൂ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് മീഡിയം. നമ്മൾ പറഞ്ഞു എസ്സിനാകെ എവിടെ കൂടെ പോകാൻ പറ്റുള്ളൂ? സോളിഡ് മീഡിയത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ലിക്വിഡ് മീഡിയത്തിൽ കൂടെ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്, അവിടെ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. സോ സി ഈസ് റോങ്. സി റോങ് ആണെങ്കിൽ നാച്ചുറലി എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഇത് ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ബി ആൻഡ് സി ആർ കറക്റ്റ്. സി ഉള്ള രണ്ടെണ്ണവും തെറ്റാണ്. എയും ശരിയാണ്, ബിയും ശരിയാണ്. സോ നാച്ചുറലി ദ ആൻസർ ഇസ് എ ആൻഡ് ബി ഈസ് കറക്റ്റ്. എയും ബിയും കറക്റ്റ് ആണെന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ 5-ലൊരാൾക്ക് ഗവൺമെൻറ് ജോലി നേടിക്കൊടുത്തത് എന്നത് കെ.എസ്. മെനന്റെ ചരിത്രമാണ്. സോ തീർച്ചയായിട്ടും വരിക, നമ്മളോടൊപ്പം പഠിക്കുക, നമ്മളോടൊപ്പം വളരുക. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള സെഗ്മെൻറ്റ്സ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സെക്ഷൻസ് പ്രത്യേകമായി ക്ലാസ്സസോ അങ്ങനെ എന്തെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നമ്മളോട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് സീരീസ്.